നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജിത്തു ജോണി. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് റിജോ ഫിലിപ്പ് മാത്യു. ഇതെൻ്റെ മകൾ റെയ്ന എലിൻ റിജോ, മകൻ റാഫേൽ ഫിലിപ്പ് റിജോ. ഞാൻ മകൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. കൂടെ എനിക്ക് കിട്ടിയ വേറെ അനുഗ്രഹങ്ങളും. 2023 സെപ്റ്റംബർ മാസം 19 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കസിൻ ചേച്ചി പറഞ്ഞ പ്രകാരമാണ് ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് വന്നതിന് ശേഷം ഉടമ്പടി വന്നെടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഉടമ്പടി എന്താണെന്ന് കേൾക്കുമ്പം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു ദിവസം എനിക്ക് വരണം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്ന് വിട്ടു. ഞാനങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ കഴിയും. ഞാൻ മണ്ണർകാട് പള്ളിയിൽ പോകാൻ നിന്നപ്പം ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു കുട്ടി എനിക്ക് ജൂലൈ മാസത്തിലെ പത്രം തന്നു. ആ പത്രം വായിച്ചു. അതിൻ്റെ അകത്ത് താഴെ എഴുതിയിട്ടുണ്ട്, ജോസഫ് അച്ഛൻ എഴുതി. അതാണ് എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. ഇതൊരു മരുന്നോ ലേപനമോ ആയിട്ട് ഉപയോഗിക്കാൻ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും തന്നെ ട്രോള് കണ്ടു കാണുമായിരിക്കും, കൃപാസനത്തിൻ്റെ പത്രം അരച്ച് കലക്കി കുടിച്ചു കഴിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. പക്ഷേ അത് വായിച്ചതോടെയാണ് എൻ്റെ ശ്വാസമുട്ടൽ മാറിയത്. അതിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ജനുവരി 24 ഈ വർഷം 21 വന്ന് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ മേടിച്ചിരുന്നു. ഞാൻ OET പഠിക്കുന്നുണ്ടായിരുന്നു, ആ പരീക്ഷയിൽ വിജയം നേടാൻ. അപ്പോൾ അതിൽ വന്നപ്പോൾ ഞാൻ അറിയുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. ജനുവരി 31 ഞാൻ UPT പോസിറ്റീവായി. പരിശുദ്ധ അമ്മയുടെ സുഗന്ധത്തിൻ്റെ മണങ്ങൾ അതുപോലെ തന്നെ എനിക്ക് പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അന്ന് ജനുവരി 31 UPT പോസിറ്റീവ് ആവുന്നു. ഫെബ്രുവരി 1, 2, 3 എനിക്കറിയില്ല, മോളെ വലത്ത് കയ്യിലും പിടിച്ച് ഇടത്ത് കയ്യിലൊരു മകനെ പിടിച്ച്, എൻ്റെ മോളുടെ മുഖഛായ ഏകദേശം വരുന്ന ഒരു മകനെ പിടിച്ചിട്ട് മാതാവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പറഞ്ഞിരുന്ന എല്ലാവരും അതൊക്കെ ചുമ്മാതെ അങ്ങനെ ചിന്തിക്കുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനോടും പറഞ്ഞു, എൻ്റെ അമ്മയോടും എന്നെ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ കസിനോടും. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട്, മോളെ നീ കണ്ടിട്ടുണ്ടേ അമ്മ കൊണ്ടുവന്ന നിൻ്റെ കുഞ്ഞിനെ വേറെ ആരുടെയും അല്ല. അപ്പം നമുക്കറിയത്തില്ലല്ലോ. ജെറമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, നീ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുമ്പം തന്നെ കർത്താവ് പറയുന്നത്. അപ്പം എത്ര അധികമായിട്ട് ഒരു ചെറിയ വട്ടം, നേഴ്സായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുള്ള എല്ലാവർക്കും തന്നെ അറിയാം, ഒരു ചെറിയ വട്ടം മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു മാസം. നമുക്കൊന്ന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ അത് മാത്രമേ ഫീറ്റൽ പോളിൽ അറിയത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങളിൽ എനിക്ക് നന്നായിട്ട് ഫ്ലൂയിഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്തില്ലേ, ബ്ലീഡിങ് ആയിട്ട് അബോഷനൊക്കെ ചാൻസ് ഉണ്ട്. മൂത്ത മകൾക്ക് 8 വയസ്സാണ്. അപ്പം 8 വയസ്സാകുന്നു. അപ്പം അത്രത്തോളം ഗ്യാപ്പും ഉണ്ട്. അതിനുശേഷം ജൂൺ 13 എൻ്റെ പിറന്നാളിന് 2 ദിവസം മുന്നേ എനിക്കൊരു സ്പോട്ടിങ് പോലെ വന്നു. അപ്പോൾ ഇത്രയും നാളിന് കൂടെ ചേർന്നുള്ളതായതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിരുന്നെങ്കിലും ചില പ്രയാസങ്ങൾ കാരണം റെസ്റ്റൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബ്ലീഡിങ് പോലെ കാണിച്ചു. അവിടെ ചെന്നു ആശുപത്രിയിൽ. ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ല. ഈ സ്കാനിങ്ങിലെല്ലാം കുഞ്ഞിൻ്റെ തലയല്ല താഴെ, നിങ്ങൾക്കറിയാം ബാക്ക് ഭാഗമായിരുന്നു താഴെ ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് മാസം 15 അമ്മയുടെ പെരുന്നാളുടെ അന്ന് ഞാൻ സ്കാൻ ചെയ്യാൻ പോയ സമയത്തും കുഞ്ഞിൻ്റെ തല താഴെ. അന്നേരം ഞാൻ പറഞ്ഞു, സ്കാൻ ചെയ്യുന്ന ഡോക്ടറുമായിട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല, അങ്ങനെ സംസാരിക്കാത്ത വ്യക്തിയുമാണ്. അപ്പം അമ്മ അത് സംസാരിച്ച് പറയണം. പതിവില്ലാതെ അന്ന് ഡോക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സെഫാലിക് ഗ്രേഡ് 2. അപ്പം നേഴ്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തികൾക്കറിയാം സെഫാലിക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തല താഴെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പം തല താഴെ വന്നു എന്നുള്ളപ്പോൾ സന്തോഷമായി. അടുത്ത സ്കാനിങ്ങിലും അങ്ങനെ. സെപ്റ്റംബർ 29 എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നിരുന്നത്. സെപ്റ്റംബർ 14 ആയപ്പോൾ എനിക്ക് വേദന വന്നു. സെപ്റ്റംബർ 9 ഞാൻ സ്കാനിങ് ചെയ്തിരുന്നു. അന്നേരം തല താഴെയാണ്, വേറെ കുഴപ്പങ്ങളില്ല, ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. 14 ചെന്നതിന് ശേഷം 15 എന്നോട് പറഞ്ഞു, ഓണമല്ലേ, അതുകൊണ്ട് സീനിയർ നിയോനേറ്റോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 15 വൈകുന്നേരം മെഡിസിൻ തന്നു നോക്കാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഈ ഡോക്ടേഴ്സിനെയൊക്കെ എനിക്കറിയാം, ആദ്യത്തെ മോളുടെ ഡെലിവറി എടുത്ത ആ സെയിം ആൾക്കാരൊക്കെ ആയിരുന്നു, ടീംസ് ആയിരുന്നുകൊണ്ട് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടർ. പക്ഷേ 15 എന്നെ ലേബർ റൂമിൽ ചെന്ന് കണ്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പാൽപേഷൻ ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ ഒരു മോളെ ഇത് തലയല്ല കേട്ടോ താഴെ. അപ്പോൾ ഞാൻ ഇല്ല മാഡം, ഞാനും ഹസ്ബൻഡ് ഞങ്ങൾ പ്രതീക്ഷിച്ച് ചെല്ലുന്നത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി, ഒരിക്കലും ഒരു സീസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ, ഞാൻ അല്ല ഡോക്ടറെ അങ്ങനെ. അപ്പോഴേക്കും എൻ്റെ മനസ്സങ്ങ് പതറി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, മോളെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ അന്നേരം തന്നെ ചെയ്തപ്പം കുഞ്ഞ് കിടക്കുന്ന നേഴ്സായിട്ടുള്ളവർക്കറിയാം ട്രാൻസ്വേഴ്സ് ലൈ എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ തല ഇവിടെ വലത്ത് സൈഡിലും ഇടത്ത് സൈഡിലായിരുന്നു, ബാക്ക് നടുഭാഗമാണ് നേരെ താഴെയായിട്ട് വരുന്നത്.
അപ്പോൾ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്കറിയാൻ ഒരിക്കലും ട്രാൻസ്വേഴ്സ് ലൈയും ഒബ്ലിക് ലൈയും നമുക്ക് പിടിച്ച് തിരിച്ചിടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാര്യം അങ്ങനെയൊക്കെ ചെയ്താൽ അകത്ത് കിടക്കുന്ന കുഞ്ഞ് മെക്കോണിയം കുടിച്ച് അങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിൽ കോഡ് പ്രൊലാപ്സ് കഴുത്തെ കൂടെ ചുറ്റുമോ എന്നൊന്നും അറിയത്തില്ല ആർക്കും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് CS പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിപ്പയർഡില്ല. പിന്നെ ആഗ്രഹിച്ച് തമ്പുരാൻ തന്നൊരു വരദാനമാണ്, അത് നമുക്ക് കളയാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മുന്നേ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അറിയത്തില്ല, ഞാൻ ഭയങ്കര കരച്ചിൽ. പിന്നെ തമ്പുരാൻ എൻ്റെ ഇഷ്ടം ഇതാണെന്നുണ്ടെങ്കിൽ സിസേറിയൻ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന് മുന്നേ അവിടെ ഒരു സിസ്റ്റർ, എല്ലാവരും ഇല്ല, ഒരു സിസ്റ്റർ ഇതുപോലെ ഉടമ്പടിയിലെടുത്ത് എന്നോട് ചോദിച്ചാൽ അമ്മയുടെ ആളാണോ? ഞാൻ പറഞ്ഞാൽ അമ്മയുടെ ആളാ ചേച്ചി, ഇപ്പം ഭയങ്കര ഇതിലാണ്. നേരത്തെ ഞാൻ അത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ തമ്പുരാനോട് ഡയറക്റ്റ് പറയുന്ന ഒരാളായിരുന്നു. പിന്നെ അന്തോണിയോസ് പുണ്യാളിനോടും പറയും. അങ്ങനെ ഡോക്ടർ എന്നെ വന്ന് ചെക്ക് ചെയ്തപ്പോഴും തല 8:30, പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30. ഈ സമയങ്ങളിൽ മുഴുവനും ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കുടുംബം മുഴുവനും എന്നും വിശുദ്ധ തൈലം ഉപയോഗിച്ചും അതുപോലെ തന്നെ ഉപ്പും തേനും ഉപയോഗിച്ചാണ് ഞങ്ങൾ മുന്നോട്ട്. ഒരു ചെറിയ പനി വന്നാൽ പോലും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചു. വെളുപ്പിനെ 4:30 എണീച്ച് സ്ക്രബൊക്കെ ചെയ്ത് OT ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടു. അപ്പോഴും ഞാൻ തൊട്ടപ്പം വലത്തെ സൈഡിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ തല ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കറിയാൻ തൊടുമ്പോൾ മുഴച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണല്ലോ. അപ്പോഴും ഞാൻ തലേദിവസം എന്നെ നോക്കുന്ന ഡോക്ടർ, ഗൈനക്കോളജി ഡോക്ടർ ശോഷ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ വിഷമിക്കേണ്ട, ഗോഡ് വിൽ ഡു മിറക്കിൾ ഫോർ യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ മാം. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് കാണണ്ട, നീ ഒന്നും തിരിച്ചിട്ടിട്ട് പോണേ. പലരുടെ സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ അച്ഛൻ പറയുന്ന പോലെ ഓരോരുത്തർക്ക് വരദാനം പോലെ കിട്ടുന്ന പോലെ സുഗന്ധാഭിഷേകം ഇങ്ങനെ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ കൂടെ OET എക്സാം എഴുതാൻ വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു കൊച്ചിനോട് കഥകൾ എൻ്റെ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാത്തലിക്കാണ്, എന്നിട്ട് എനിക്കിതൊന്നും കിട്ടണില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ അത്ര ഇതായിട്ടല്ല, പക്ഷെ ഞാൻ മാധവനോട് പറയും, അമ്മേ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങളല്ല ഇതാണെന്നുള്ളത് അറിഞ്ഞ് അമ്മ തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ എപ്പോഴും തോന്നും. എന്നിട്ട് ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് താഴെ കൊണ്ടുപോയി. അപ്പം ഭയങ്കര കരച്ചിലും ഒക്കെ. 8:30 ഒരു ജൂനിയർ ഡോക്ടർ വന്ന് നോക്കിയപ്പം തല വലത്തെ സൈഡിൽ തന്നെ കിടക്കുക. അന്ന് 9 മണിയാകുമ്പോൾ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ കണ്ടത് തന്നെ പറഞ്ഞു, പിന്നെ നമുക്ക് നോക്കാം എക്സാമിൻ ചെയ്ത്, ഇയാൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാൻ പറഞ്ഞു, ശരി മാഡം. തല പിടിച്ചിട്ട് തലയാ താഴെ. അപ്പോൾ ഈ 8:30 തൊട്ട് 9 മണി വരെ അധികം സമയമൊന്നും ഇല്ലാരും മണിക്കൂറേ ഉള്ളൂ. എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ അമ്മയെ വിട്ടത് ഇറക്കി തന്നതാണെന്ന് എനിക്കറിയാവുന്നത്. ഞാൻ എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇത് തല ഫിക്സായി ശരിക്കും വന്നിട്ടില്ല, പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, നോർമലാക്കുന്നു. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഈ കൃപാസനത്തിൽ വരുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് എന്തെന്നറിയത്തില്ല, മേഘങ്ങളോടൊരു ഇഷ്ടം. ഞാനിവിടെ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്നപ്പോഴും നമ്മുടെ വീട്ടിൽ ചെന്ന് ഇപ്പോൾ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺപിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് അവരവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കരയുന്ന പോലെ ഇവിടെ വന്നിരുന്നു ഞാൻ ഈ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഒത്തിരി കരഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ കരഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കരഞ്ഞില്ല. എന്നിട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കസിൻസ് അല്ലെ അവരുടെയൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അതൊക്കെയാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഈ മേഘം ഇങ്ങനെ ഞാൻ കണ്ടു, ഇവിടെ വെച്ചാൽ ശ്രദ്ധിച്ചത്. ഓക്കെ, അതുപോലത്തെ മേഘത്തിൽ അമ്മ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഒരു സൈഡ് വ്യൂ പോലെ എനിക്ക് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിൽ പരിശുദ്ധ അമ്മ എന്നെ വിട്ടിട്ടില്ല, എന്നെ ചേർത്ത് എന്നെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ തരുന്നു. അത് കഴിഞ്ഞിട്ട് 2:30 ആയപ്പോൾ മരുന്ന് വെച്ചു. എല്ലാവർക്കും അറിയാം നോർമൽ ഡെലിവറി രണ്ടാമത്തെ അമ്മ വേഗം തന്നെയാകും. ഞാൻ അതിവേദന അനുഭവിച്ചു. മോളുടെ അത് അത്രയ്ക്കായിട്ടുള്ളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഒന്നും ആവുന്നില്ല. എന്നെ നോക്കി 2 ഡോക്ടർമാരെ എനിക്കറിയാവുന്നത്. അപ്പോൾ അവരുടെ മാസ്ക് വെച്ചാലും കണ്ണുകൾ കൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, റിസ്ക് ആണെന്നുള്ളത്. കാര്യം ഇച്ചിരി മരുന്ന് കൂട്ടി തരുമ്പം എൻ്റെ ഹാർട്ട് റേറ്റും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും പോവുക, എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ, കിട്ടുമോ അമ്മയും കുഞ്ഞിനെയും, അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ഈ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ വിശ്വാസ പ്രമാണം സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലിയത്. അതിൻ്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞു, ഈ വേദന എന്താ ഇങ്ങനെ വരുന്നതൊരു നല്ല വേദനയല്ല. എല്ലാവർക്കും നേഴ്സായിട്ടുള്ളവർക്ക് അറിയാം, കൺട്രാക്ഷൻസ് നന്നായിട്ട് വന്നില്ല, നമുക്കൊരു പ്രോഗ്രസ് ഇല്ലാതെ ഫീറ്റൽ ഡിസ്ട്രസ്സോ അല്ല റെസ്പിറേറ്ററി ഡിസ്ട്രസ്സോ എല്ലാം അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ അതിനെ പൊക്കോണ്ടിരുന്നു. അപ്പം ഒരു 9 മണി ഇതെന്താ ആവാത്തിങ്ങനെ. അപ്പോൾ ഈ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു കാര്യം കയറുന്നുണ്ട്, സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഓടിയെത്തും. ഞാനങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല.
പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സമയ ചെറുക്കത്തിൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഇത്രയും ഞാൻ അനുഭവിച്ചു, ഇനി ഇത്രയും കൂടെ കുഞ്ഞ് സഹിച്ചു, അതിനകത്ത് അതിനൊന്നും വരുത്തല്ലേ. ഞാൻ വന്ന് സാക്ഷി പറഞ്ഞോളാം, അമ്മ വേഗം എൻ്റെ കുഞ്ഞിനെ പുറത്ത് ആയുസ്സും ആരോഗ്യത്തോടു കൂടി തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പ്രകാരം കുഞ്ഞിന് പിന്നെ പെട്ടെന്ന് എനിക്ക് പെയിൻ വന്നു. 11/10 സെപ്റ്റംബർ 16 ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. സന്തോഷത്തോടു കൂടി അമ്മ പറഞ്ഞ പോലെ ഞാൻ അമ്മയോടും വാക്ക് പറഞ്ഞിരുന്നു, അമ്മേ ഞാൻ ഇയാൾ താരെ വന്ന് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയും. ഇന്ന് ഈ കുടുംബത്തോടൊത്ത് എനിക്ക് എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്താൻ കിട്ടിയല്ലോ, ഒത്തിരി നന്ദി ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും. എന്നെ സംബന്ധിച്ച് ഞാനൊരു ജാക്കോബൈറ്റ് വിശ്വാസിയായിരുന്നു. എന്നെ ഓർത്തഡോക്സിലോട്ടാണ് വിവാഹം കഴിപ്പിച്ചത്. പ്രാർത്ഥന പണ്ട് തൊട്ടേ ഉണ്ട്, പള്ളി കാര്യങ്ങളൊക്കെ പോകും. പക്ഷെങ്കിൽ ഇവിടെ വന്നേ പിന്നാണ് ഒരു ഞായറാഴ്ച മുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കുമ്പസാരങ്ങൾ കാത്തലിക്സ് പോലെ ഞങ്ങൾക്ക് എപ്പോഴും കുമ്പസാരങ്ങളില്ല. വിശേഷപ്പെട്ട ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കുമ്പസാരിക്കുള്ളൂ. വിശേഷപ്പെട്ട ദിവസങ്ങളല്ലാതെ ഇപ്പം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും, അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്ന വചനത്തിലൂടെ അപ്പൻ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നത് എനിക്ക്. അപ്പോഴും എൻ്റെ ചേച്ചി ഫസ്റ്റ് ഉടമ്പടി എടുത്ത കാലഘട്ടങ്ങളിൽ എന്നോട് പറയും, ബൈബിൾ വായിക്ക് ചിത്തു. അപ്പോഴും ഞാൻ പറയും, ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ്, വചനത്തിൽ തമ്പുരാൻ പറയുന്നതാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് പിന്നാണ് അരമണിക്കൂർ വായിക്കണം, അല്ലെ ഇത് തമ്പുരാൻ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആകെ ചിലവഴിക്കുന്നത് വെറും അരമണിക്കൂറാണ് തമ്പുരാൻ നമ്മളോട് ചോദിച്ചത്. അതിന് പോലും നമുക്ക് ക്ഷമ കിട്ടാറില്ല. ഇപ്പോൾ അതിലൊക്കെ എനിക്ക് നല്ലതായിട്ട് മുന്നേറാനായിട്ട് കുടുംബത്തോട് കുഞ്ഞിനെ ആണെങ്കിലും ആ ഒരു രീതിയിൽ വളർത്തുവാനായിട്ടും ഹസ്ബൻഡും ഞങ്ങൾക്കൊക്കെ കുടുംബ പ്രാർത്ഥനയിലും എല്ലാം കുറച്ചും കൂടെ. അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് പ്രാർത്ഥനയാണ്. തമ്പുരാൻ ഒരിക്കലും നമ്മുടെ ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരില്ലല്ലോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ മാറ്റി വെക്കാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളിൽ എനിക്ക് അതീവമായിട്ട് ശ്വാസമുട്ടലായിരുന്നു. ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. ആ ശ്വാസമുട്ടൽ പഫ് എടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് കണ്ടിരുന്നത് എനിക്ക് എൻ്റെ സൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സൗണ്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് എനിക്ക് ഒരു കുട്ടി ഈ പേപ്പർ സെപ്റ്റംബർ 13 തന്നു. ഞാൻ അത് വായിച്ചു. പക്ഷെ പിറ്റേ ദിവസം നെയ്സൽ ഇത് ഫുള്ള് ക്ലിയർ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എഴുതി, ജിത്തു ഇതിനകത്ത് എന്തോ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും അത് ഫീൽ ചെയ്തു എന്തോ ഉണ്ടെന്ന്. അങ്ങനെ ആ ഇതിൽ പിന്നെ ഞാൻ ഇന്ന് വരെ പഫ് എടുത്തിട്ടില്ല. ഞാൻ ഫൊറാക്കോട്ട് 400 mg വലിക്കുന്നതായിരുന്നു. PFT നോർമൽ ലിമിറ്റ്സ് പോലും എനിക്ക് വരുന്നതല്ല. എൻ്റെ കുഞ്ഞിൻ്റേതുമൊക്കെ അലർജി ഉണ്ടായിരുന്നു. തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഒരുപാട് രോഗസൗഖ്യങ്ങളും എല്ലാം എനിക്ക് തന്നു. മദർ ഇൻ ലോയ്ക്ക് 62 ഇയേഴ്സായി വിശുദ്ധ ഉപ്പ് ഉപയോഗിച്ചും തേനും ഉപയോഗിച്ചും മാത്രം. മമ്മി 5 കിലോമീറ്റർ ദൂരെ പോയെങ്കിൽ ഛർദ്ദിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ 62-ാം വയസ്സിൽ ഇത് കൊടുത്തു. ഇന്ന് ഈ നിമിഷം വരെ വേറെ ഛർദ്ദിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 9 ഞാൻ മമ്മിക്ക് ആ ഉപ്പ് കൊടുക്കുന്നത്. പിന്നീട് ഈ നിമിഷം വരെ ഒന്നിനും ഒരു ഇതാക്കിയിട്ടില്ല. ഞാൻ എവിടെ എന്ത് കാര്യത്തിന് പോകുമ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വചനമുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണെന്ന്. ഫിലിപ്പിയർ ലേഖനത്തിൻ്റെ 4:13. അതുപോലെ ഓരോ വചനങ്ങളിലും തമ്പുരാൻ എന്നോട് സംസാരിക്കാറുണ്ട്. നീ അകത്തോട്ട് പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും, പുറത്തോട്ട് വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകത്തിൻ്റെ 28:8 നിനക്ക് തരുന്ന ദേശത്തും 28 നേരെ താഴോട്ടുള്ള വചനങ്ങളിലും നിനക്ക് തരുന്ന ദേശത്തും നിന്നെ വാഴിക്കും എന്നുള്ള രീതിയിൽ പല രീതിയിലും തമ്പുരാൻ സംസാരിച്ച പല വചനങ്ങൾ. പിന്നെ എപ്പോഴും പറയുന്ന ഇതാണ്, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ ഓർക്കുന്നതാണ്, ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം. അങ്ങനെ പല വാക്യങ്ങളിലും കൂടുതലായിട്ട് ഇപ്പോൾ ഓർത്തിരിക്കുവാനും, പണ്ടും വാക്യങ്ങൾ പറയും, സങ്കടങ്ങൾ വരുമ്പോൾ വാക്യങ്ങളാണ് ചേർത്ത് പിടിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മമാരുടെ ആലയമുണ്ട്, ഓഫനേജ് പോലെ. അവിടെ കൊണ്ടുപോയി ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡുകളിലൊക്കെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ വരെ ഞാൻ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ടിട്ടേ കൊടുത്തു തുടങ്ങുമ്പോൾ വെറുതെ കൊടുത്തു തുടങ്ങി പോവില്ല. ഞാൻ അവരോട് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ, പത്രം വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിനകത്തുള്ള ആൾക്കാരുടെ നിങ്ങൾ നേരിട്ട് കണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്, എവിഡൻസ് ചോദിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഇടയിൽ മിക്കവരും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു, ഞാനൊരു നേഴ്സാണ്, എനിക്ക് ഇത്രത്തോളം വന്നു. അതുകൊണ്ട് നിങ്ങളിലും ഇതുപോലൊരു വിശ്വാസം, എനിക്കൊരു കുട്ടിയാണ് തന്നത് ഈ പത്രം, അത് ഞാൻ അത്ര വിശുദ്ധിയോടുകൂടി എടുത്തുകൊണ്ട് അങ്ങനെ എനിക്ക് ഇത്രയും ഒരു സൗഖ്യം കിട്ടിയത്. അതിനുശേഷം പള്ളികളിൽ ഞാൻ ഇറങ്ങി വരുമ്പം റെയറായിട്ടേ ഉള്ളൂ കൊടുക്കാൻ പോകാറുള്ളത്. പിന്നെ ഈ ഓഫനേജുകളിൽ പോകുമ്പം, പിന്നെ അല്ലെങ്കിൽ വഴികളിലൊക്കെ പോകുമ്പം അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ്, അല്ലെ വിഷമങ്ങൾ പറയുന്ന വ്യക്തികൾക്ക് എനിക്ക് ഇതുപോലാണ് അനുഭവങ്ങൾ വന്നതെന്ന് പറഞ്ഞു. കാരുണ്യ പ്രവൃത്തി ഈ അടുത്തുള്ള ഓഫനേജുകളിലൊക്കെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാസത്തിലൊരിക്കലും ആഹാരം അവർക്ക് കൊടുക്കും, ഒരു നേരത്തെ ആഹാരം അവരുടെ കൂടെ ചിലവഴിക്കാനായിട്ടും അതുപോലെ തന്നെ അരി സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കാറുണ്ട്. ബൈബിൾ വായന കൂടുതലായിട്ട് കൂടിയിട്ടുണ്ട്. പള്ളികളിൽ പോകാനും വിശുദ്ധ ബലിയിൽ കൂടുതലായിട്ട് സഹകരിച്ച് പോകുവാനായിട്ടൊക്കെ ഇത്രത്തോളം അനുഗ്രഹം തമ്പുരാൻ തന്നതിനായിട്ട്
തിരുകുമാരനോടും പരിശുദ്ധ അമ്മയോടും ഈ ആൾത്താരെ നിന്ന് എല്ലാവരും സാക്ഷ്യം പറയും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി നേരിടുന്നു. സങ്കീർത്തനങ്ങൾ 41:12. എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ജിത്തു എന്ന് പറയുന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും 2 മക്കളോടുമൊപ്പം കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി ദിവസം ആ നാളുകളിലുണ്ടായ വലിയ ക്ലേശങ്ങളെയാണ് മകൾ പങ്കുവച്ചത്. അപ്രതീക്ഷിതമായി ഉണ്ടായ കുഞ്ഞിൻ്റെ തിരിഞ്ഞുള്ള കിടപ്പ്, പൊസിഷൻ മാറിയതിലൂടെ അത് നേരെ നോർമൽ ഡെലിവറിയിലേക്ക് വരുവാൻ പറ്റാത്ത സാഹചര്യം, നോർമൽ ഡെലിവറിയിലേക്ക് വരണമെങ്കിൽ 2 ആഴ്ചയിലധികം കുഞ്ഞിനെ ഉദരത്തിൽ സൂക്ഷിക്കേണ്ട അവസ്ഥ, അങ്ങനെ ഏറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ മകൾ കടന്നുപോയപ്പോൾ പരിശുദ്ധമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം, ഇടപെടൽ, സാന്നിധ്യം കുഞ്ഞിനെ തൊട്ട് തിരിച്ചു കിടക്കുകയും പറയുന്നുണ്ട്. അരമണിക്കൂറിനുള്ളിൽ 8:30 മണിക്ക് പരിശോധിക്കുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞ് ഏറെ കോംപ്ലിക്കേറ്റഡായി കിടക്കുന്നു. അത് ഒരു തരത്തിലും സിസേറിയൻ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത വിധത്തിൽ വളരെ ക്ലേശപൂർണമായ ഒരവസ്ഥ. എന്നാൽ 9 മണിക്ക് അടുത്ത ലേബർ റൂമിൽ കാണുന്നത് കുഞ്ഞ് തിരിഞ്ഞു വരികയും നോർമൽ ഡെലിവറിയിലൂടെ അത്ഭുതകരമായിട്ട് ഡോക്ടർമാർ പോലും ഏറെ അത്ഭുതത്തോടു കൂടി കണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസത്തിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞ് അത് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്ന മറ്റെല്ലാ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഇവരുടെ ജീവിതം. ഏതൊരു പ്രയാസ നിരങ്ങളിലും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിക്കുന്നു, അമ്മ മാതാവിൻ്റെ ഇടപെടൽ സന്ദേശമായി ലഭിക്കുന്നു, ദൈവവചനത്തിലൂടെ ലഭിക്കുന്നു. അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായ മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും സന്നദ്ധമായി ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോ മേഖലയിലും ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത, ജീവിതത്തിൻ്റെ ആപത്ത് ഘട്ടങ്ങളിൽ അമ്മ മാതാവ് തിരുക്കുമാരൻ അനുഗ്രഹമായി ജീവിതത്തെ സംരക്ഷിക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മകൾ പറയുന്നുണ്ട്, കൃപാസനം പത്രം വായിച്ചപ്പോൾ അത് തൻ്റെ അലർജിയുടെ അസുഖം വളരെ ക്ലേശപൂർണമായി പോയിക്കൊണ്ടിരുന്ന ഒരു പ്രയാസമായിരുന്നു. അത് പഫ് എടുത്തുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നൊരു കാലഘട്ടം. എന്നാൽ അത് വായിച്ച് അത് തലയിണയുടെ അടിയിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം അനേകർക്ക് സൗഖ്യപ്പെടുത്തിയ കർത്താവിൻ്റെ സംരക്ഷണം പരിശുദ്ധമ്മയിലൂടെ തനിക്ക് ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും തൊട്ടടുത്ത ദിവസം മുതൽ ഇന്ന് വരെയും ആ അലർജിയുടെ യാതൊരു പ്രശ്നവുമില്ലാതെ പഫ് എടുക്കാതെ സൗഖ്യത്തോടു കൂടി സുരക്ഷിതമായി മകൾക്ക് ജീവിക്കുവാൻ പറ്റിയ സാഹചര്യം ലഭിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഏറെ ശരണപ്പെട്ട മനസ്സോടുകൂടി അണയുന്ന ഓരോരുത്തർക്കും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളാണ് ജീവിതത്തിലുള്ള സുവിശേഷങ്ങൾ. നിങ്ങൾ ഏതൊരവസ്ഥയിലാവട്ടെ, എത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ മൂടുന്നതാവട്ടെ, ഏറെ പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നവരാവട്ടെ, തീരാരോഗങ്ങളാലും വലിയ കടബാധ്യതകളാലും നിങ്ങൾ വല്ലാതെ ക്ലേശിക്കുന്നവരാവട്ടെ, ഈ അമ്മ മാതാവിൻ്റെ മടിത്തട്ടിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ കൊടുത്തുകൊണ്ട് ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അസാധ്യമെന്ന് മറ്റെല്ലാവരും പറയുന്നത് നമുക്ക് വേണ്ടി സാധ്യമാക്കി തരും, അനുഗ്രഹിച്ചു തരും. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായ തീരമെടുക്കുന്നത് വരെയും അമ്മ കൂടെ വന്ന സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ്, ഏതൊരു ആപത്സന്ധിയിലും മകനൊപ്പം ചേർന്ന് നിൽക്കുന്ന മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് ഈ കുടുംബം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ അമ്മ മാതാവ് ഈശോയിലൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് മനീഷ, വീട് ഇരിഞ്ഞാലക്കുട. ആദ്യം തന്നെ എനിക്ക് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയുടെ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 23 അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഉടമ്പടീനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ OET 3 വട്ടം
എഴുതി ഫെയിലായിരുന്നു. 3ാമത്തെ തവണ OET എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസനത്തിലത്തെ സാക്ഷ്യം അയച്ചു തന്നിരുന്നു. ആ സാക്ഷ്യം കണ്ടതിന് ശേഷം എനിക്ക് കൃപാസനത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 3 തവണ OET അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് OET പഠിച്ചിരുന്നത്. അതിനുശേഷം 4ാമത്തെ തവണ OET എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഓഫ്ലൈനായിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് OET എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ നഴ്സാണ്. അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ തൃശ്ശൂർ ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു കൃപാസന പത്രം കിട്ടി. കൃപാസന പത്രം കിട്ടിയതിന് ശേഷം ഞാൻ വാർഡനോട് ചോദിച്ചു, ഇത് എങ്ങനെ കിട്ടിയത്, എനിക്ക് അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒക്ടോബർ 23-ാം തീയതി പോകുന്നുണ്ട്, നിനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാം, അവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ചേച്ചി എങ്ങനെ ഉടമ്പടി എടുക്കുക, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എടി ഉടമ്പടി എടുക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം 2 നേരം. ഞാൻ ഹിന്ദുവാണ്, അപ്പോൾ നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും, ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ ബൈബിൾ ഡെയിലി വായിക്കണം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം കൂടെ ഉണ്ടായിരുന്നൊരു വേറെ ചേച്ചി പറഞ്ഞു, മോളെ നീ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഹിന്ദു അല്ലേ, എനിക്കതിന് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെന്തായാലും നീ ചെയ്തോളൂ, അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒക്ടോബർ 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ പത്രങ്ങൾ ഞാൻ പുത്തമ്പള്ളിയുടെ അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ പുത്തമ്പള്ളിയുടെ അവിടെ പത്രം കൊണ്ടുപോയി കൊടുത്ത് തിരിഞ്ഞ് നടക്കുന്നതിന് മുമ്പ് അവിടെ പള്ളിയുടെ മുന്നിൽ കുറച്ച് പത്രങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അതൊന്ന് കൊടുത്തു തീർക്കണമെന്ന്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉച്ച നേരത്താണ് കൊടുത്തത്, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും എൻ്റെ മനസ്സിൽ അത് കൊടുക്കണമെന്ന് തോന്നി. ഞാനത് കൊടുത്തു തീർത്തു. അത് കൊടുത്ത് ഞാൻ തിരിഞ്ഞ് എൻ്റെ ബാഗ് എടുക്കാൻ വരുമ്പോൾ വീണ്ടും കുറേയൊക്കെ 8 പത്രങ്ങൾ അവിടെ ഇരിക്കുക. അത് കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപം അവിടെ പിന്നിലുണ്ടായിരുന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു, മാതാവ് ഇതെനിക്കുള്ള പരീക്ഷണമാണോ എനിക്കൊരു തോന്നൽ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പത്രം എടുത്ത് കൊടുത്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയത്. അതിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ മാതാവിൻ്റെ സാന്നിധ്യം, ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നതായിട്ട് തോന്നി. ഞാനത് സിസ്റ്ററിനെ കാണിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ ഡിസംബർ 16-ാം തീയതി എൻ്റെ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ പത്രം കൊടുത്ത് വിശദീകരിക്കുമായിരുന്നു. അതുപോലെ പത്രം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആളുകളോട് പറയും, നിങ്ങളിത് വായിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കാതെ വെറുതെ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കരുത്, ഇത് വായിച്ച് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പത്രമാണ്, വായിക്കുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഡിസംബർ 16-ാം തീയതി ഞാൻ OET എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപ ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞിട്ട് ഉപ്പും എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ കുറച്ച് വെച്ചിരുന്നു. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെ 3 തവണ എക്സാം എഴുതിയ ഒരു അനുഭവം ആയിരുന്നില്ല എനിക്ക് 4ാമത്തെ തവണ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വളരെയധികം അനുഭവിക്കാൻ കഴിഞ്ഞു. എനിക്ക് ആദ്യത്തെ ലിസണിങ്ങിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആകെ കയ്യും കാലും ഒക്കെ വിറച്ച് പകുതി വേർഡൊക്കെ പോകും, എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ഇറങ്ങിയാൽ മതി, അങ്ങനെ ഒരു തോന്നലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ലിസണിങ്ങിൻ്റെ ഓഡിയോ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഡിയോ സ്റ്റക്കായി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് വായിക്കുന്നുണ്ട്. പക്ഷേ ഓഡിയോ സ്റ്റക്കായ കാരണം അവർ പറഞ്ഞു അത് കഴിഞ്ഞ് ഇനി ഓഡിയോ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നോർമൽ ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ള എക്സാമിനെല്ലാം അവർ ഓഡിയോ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ അതെന്നോട് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വായിച്ചു. എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടി. മാത്രമല്ല, എനിക്ക് ഓപ്ഷൻസൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ നിന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ തോന്നി, എനിക്ക് ആൻസറുകളൊക്കെയും. അങ്ങനെ എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്പീക്കിങ്ങിന് പോണ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭയം, ഇതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വന്നു. അത്ര നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെയും എക്സാം ടഫായിരുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭവം തോന്നിയത് കാരണം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മളെന്തായാലും എല്ലാവരും ജയിക്കും. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ജയിക്കും എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ സ്പീക്കിങ്ങിന് കയറാൻ പോണേലും മുന്നേ എനിക്ക് പെട്ടെന്നൊരു പേടി വന്നപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം മുറുക്കെ പിടിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ അവസാന സമയത്ത് തന്നെ
പരീക്ഷിക്കരുത് അമ്മയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണം മനസ്സിൽ ചൊല്ലി. ആ ചൊല്ലിയ സമയത്ത് പെട്ടെന്ന് ഒരു ചാരക്കളർ ഒരു പ്രാവ് അത് കൂടെ പറന്നുപോയി. എനിക്ക് എങ്ങനെയോ ഒരു ധൈര്യം കിട്ടി. ഞാൻ സ്പീക്കിങ്ങിന് എൻ്റെ നമ്പർ വിളിച്ചു. ഞാൻ കയറണതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി തീർത്ത് ഞാൻ അകത്തേക്ക് കയറി. ഞാൻ അവിടെ ചെയറിലിരുന്നതിന് ശേഷം എനിക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം. ഞാൻ അതുവരെ നടുകുനിഞ്ഞാണ് സ്പീക്കിങ്ങിന് ഇരിക്കാറ്. പക്ഷേ ഞാൻ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് നടുനിവർത്തി തന്നെ എൻ്റെ മാതാവ് അവിടെ ഇരുത്തി. എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. പക്ഷേ എനിക്ക് എവിടെ നിന്നോ ഒരു ശക്തി കിട്ടി മാതാവ് എന്നെ പറയാൻ സഹായിച്ചതായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ജനുവരി 15-ാം തീയതി എല്ലാവരുടെയും റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് മാത്രം വന്നില്ല. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ജനുവരി 16-ാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിരുന്നു. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കലേ എനിക്ക് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് തോന്നി. പക്ഷേ മൊബൈൽ നോക്കാൻ ബുദ്ധിമുട്ടായ കാരണം ഞാനപ്പോൾ നോക്കിയില്ല. ഞാനപ്പോൾ BP നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചാരക്കളറൊരു സാരി എടുത്തൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു BP നോക്കാൻ. ഞാൻ BP നോക്കി. അവർ പോയതിന് ശേഷം എനിക്കൊരു മനസ്സിലൊരു തോന്നി, ഇത് മാതാവാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. പിന്നീട് ഞാൻ അവരെ നോക്കിയിട്ട് കണ്ടില്ല. ഞാനത് കഴിഞ്ഞ് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ റിസൾട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഞാൻ ചേഞ്ചിങ് റൂമിൽ പോയി മാതാവിൻ്റെ രൂപം ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് ബാഗിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത്. ഞാൻ ആ രൂപം വെച്ച് മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി മൊബൈലിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് കിട്ടിയപ്പോൾ അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ ജയിപ്പിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള 7 ഫ്രണ്ട്സിനും അയർലൻഡ് സ്കോറാണ്. പക്ഷേ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു UK പോകണം, UK സ്കോർ വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം അയർലൻഡ് സ്കോറാണ്. എനിക്ക് അയർലാൻഡിൽ പോകണമെന്നായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചത് UK എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റോപ്പായി, ഇപ്പം നിലവിലൊന്നും നടക്കുന്നില്ല എന്ന്. പിന്നെ എനിക്ക് ജനിച്ച കാലം മുതൽ അലർജി, ആസ്മ അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഉപ്പും അതുപോലെ മാതാവിൻ്റെ എണ്ണയും ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ശ്വാസമുട്ട് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് അനസ്തേഷ്യയുടെ ഡോസ് കൂടി, ഓർമ്മക്കുറവാണ്, മാനസിക അസ്വസ്ഥ്യമുള്ളതാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് അനിയന്ത്രിതമായിട്ടുള്ള രക്തസ്രാവം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അതിൽ ഫൈബ്രോയിഡ് ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ നിർദ്ദേശപ്രകാരം കൊണ്ടുകൊടുക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ 4ാമത്തെ ഉടമ്പടി ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പുതുക്കിയത്. ആ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ നടന്നിരുന്നു. വിസ അപ്രൂവൽ ആവണം 16-ാം തീയതിക്കുള്ളിൽ, അതായത് നവംബർ 16-നുള്ളിൽ എൻ്റെ വിസ അപ്രൂവൽ ആവണം. മാതാവ് എൻ്റെ കൂടെയുള്ള ചേച്ചി 30-ാം തീയതി പരീക്ഷ എഴുതാൻ പോവുക. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ അങ്ങനെ പോയിട്ടില്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് തിങ്കളാഴ്ച അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടപ്പോൾ അതിൽ പറഞ്ഞത് ഡിസംബർ 25 എന്നുള്ളൊരു നിയോഗം വെച്ചിട്ട് അത്
അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ അങ്ങനെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിയോഗത്തിൽ ഡിസംബർ 25-നുള്ളിൽ എനിക്ക് അയർലാൻഡിൽ പോകണം എന്നുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച രാവിലെ ഉച്ചയ്ക്ക് 2:15 എനിക്ക് വിസ അപ്രൂവലായെന്നും പറഞ്ഞിട്ട് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. അതുപോലെ വ്യാഴാഴ്ച എനിക്ക് വിസ കിട്ടി. ഞാൻ ഇന്നലെ അയർലാൻഡിലേക്ക് 26-ാം തീയതിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു. ദൈവം അനുഗ്രഹിച്ച് ഞാൻ ചൊവ്വാഴ്ച അയർലാൻഡിലേക്ക് പോവാണ്. ഞാൻ ബൈബിൾ 30 മിനിറ്റ് വായിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിലത്തെ അത് കൂടുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു, നീ ഹിന്ദു അല്ല എന്തുവിട്ടീനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ വിശദീകരണം എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. ഞാൻ സാക്ഷ്യങ്ങൾ കാണുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ച് അത് നോക്കി ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. ഇന്നലെ ഞാനിതുപോലെ തന്നെ എനിക്ക് വിഷമം വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു തുറന്ന ബൈബിളിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു. അപ്പോൾ അതിൽ എനിക്ക് വന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും. ഇതായിരുന്നു ആ വചനം. ഞാനത് ഫോണിൽ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഇത്രയധികം എനിക്ക് നന്മകളും കൃപകളും ചൊരിഞ്ഞ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി കാത്തിരുന്ന ശിമയോൻ ശിശുവായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ്. കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. 2:28 മുതലുള്ള തിരുവചനങ്ങളാണിത്. സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് ഇന്ന് ഓരോ മക്കളും കടന്നു വരുന്നതും ആ രക്ഷയിൽ അവർക്ക് എങ്ങനെയാണ് അവർക്ക് പങ്ക് പറ്റാൻ സാധിക്കുന്നത്, അതാണ് ഇന്ന് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് അതിന് ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ലാതെ ഈ കൃപാസന ആൾത്താരയിൽ വന്ന് പങ്കുവയ്ക്കുന്നത്. മനീഷ എന്ന ഈ മകള് തൻ്റെ OETയുടെ റിസൾട്ടും തനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ, തനിക്ക് UK ആയിരുന്നു തനിക്ക് പോകേണ്ടിയിരുന്നത്, തൻ്റെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ അയർലൻഡ് സ്കോറാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞു UK പ്രോസസ്സിംഗ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വിശിഷ്ടമായതാണ് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്നത്. ആദ്യമേ തൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് തനിക്ക് ദൈവം ഒരുക്കിയത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് മനീഷ പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് ഈ മകൾക്ക് കഴിഞ്ഞു. അതിന് ഈ മകളെ സജ്ജമാക്കിയതാണ് ഉടമ്പടിയും ഉടമ്പടി ജീവിതവും. തനിക്ക് എങ്ങനെയാണ് OET 4ാമത്തെ അറ്റംപ്റ്റിൽ 3 അറ്റംപ്റ്റ് ഫെയിലായി, 4ാമത്തെ അറ്റംപ്റ്റിൽ തനിക്ക് എങ്ങനെ പാസ്സാകാൻ കഴിഞ്ഞു. ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ കൃപാസന പത്രം അത് കൊടുക്കുമ്പോൾ കൃത്യം പറഞ്ഞാണ് കൊടുക്കുക. നിങ്ങളിത് വായിക്കണം, വായിച്ചില്ലെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കരുത്. ആ ഒരു സന്നദ്ധത, അതായത് മറ്റുള്ളവർ ഇത് പ്രയോജനപ്പെടുത്തണം ഈ കൃപാസന പത്രം. ഇന്നിപ്പോൾ ഇവിടെ പറയുന്ന 2ാമത്തെ സാക്ഷ്യവും കൃപാസന പത്രത്തിലൂടെ എങ്ങനെയാണ് ഓരോ മക്കളും കൃപാസനത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ താൻ കടന്നു വന്നത് കൃപാസന പത്രം ലഭിച്ച് കൂടുതൽ തനിക്ക് അറിയാൻ പറ്റി കൃപാസനത്തെക്കുറിച്ച്. അതുപോലെ താൻ കൊടുക്കുന്ന ഓരോ പത്രവും അത് വ്യർത്ഥമാകരുത്, അത് നിഷ്ഫലമാകരുത്, അതിലൂടെ കൃപ ലഭിക്കണം. ആ ഒരു മനസ്സും ബോധ്യവും തനിക്കുള്ളത് കൊണ്ട് താൻ അതിനുവേണ്ടി സമയമെടുക്കുന്നു. ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയ കൃപാസന പത്രം അത് കുറച്ചൊന്നുമല്ല, കുറച്ചധികം തന്നെ ഈ മകള് വീണ്ടും ഉച്ച വെയിലത്ത് ഈ മകൾ കൊണ്ടു നടന്ന് തൃശ്ശൂർ ടൗണിലൂടെ കൊടുത്തു. പിന്നീട് വരുമ്പോൾ അമ്മ എങ്ങനെയാണ് നിറസാന്നിധ്യമായിട്ട്
മെഴുകുതിരിയിൽ അമ്മ തെളിഞ്ഞു വരുന്നു. ഇതൊക്കെ ഈ മകൾ പറയുമ്പോൾ അതുപോലെ തൻ്റെ സമീപത്ത് കൂടി ഒരു ആഷ് കളറിലെ പ്രാവ് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഈശോയെക്കുറിച്ച് അറിയുകയും പ്രാർത്ഥന എന്തെന്നറിയുകയും ചെയ്യുന്ന ഓരോ മക്കളും ഇവിടെ വന്ന് പറയണമെങ്കിൽ അത് അവർക്ക് അത്രയേറെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും ലഭിക്കില്ല എന്ന് താൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് OET. അത് തനിക്ക് പാസ്സാകാനും തനിക്ക് അയർലൻഡിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. താൻ പോകുന്നത് ഉടനെ തന്നെ താൻ പോകും. ആ സാക്ഷ്യവും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ ലഭിച്ച മറ്റ് കൃപകൾ, രോഗസൗഖ്യങ്ങൾ, ഈ മകൾക്ക് തന്നെ ലഭിച്ച രോഗസൗഖ്യം, തൻ്റെ കൂട്ടുകാർക്ക് എത്രമാത്രം താൻ വഴി ഈശോയിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞു, അവരുമൊക്കെ എങ്ങനെയാണ് ഇന്ന് കൃപാസനത്തിലേക്ക് വരാൻ സാഹചര്യമുണ്ടായതും അവർക്ക് കിട്ടിയ കൃപകളുമൊക്കെ എങ്ങനെ തനിക്ക് അതിനൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക. നമുക്ക് എല്ലാ ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നമുക്കും പ്രാപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഈ രക്ഷ പ്രാപിക്കുന്നതിന് നാം തന്നെ നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കണം. ദൈവത്തെ കർത്താവായിട്ട് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് സാധ്യമാവുക. ഈ കുടുംബത്തെ ഇന്ന് സമർപ്പിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.